ഭംഗിയുള്ള ചുണ്ടുകൾ ലഭിക്കാൻ. ചുണ്ടുകളുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് വരണ്ട ചുണ്ടുകൾ, നിറം മങ്ങിയ ചുണ്ടുകൾ, രക്തപ്രസാദമില്ലാത്തവ എന്നിവ. കുറച്ച് ശ്രദ്ധ നൽകിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. ഫാഷൻ എന്നാൽ മേക്കപ്പ്, ഡ്രസ്സിംഗ് സ്റ്റൈൽ തുടങ്ങി ആറ്റിറ്റ്യൂഡ് വരെയാണ്. മേക്കപ്പിലാകട്ടെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ലിപ്സ്റ്റിക്. മറ്റ് സൗന്ദര്യ വസ്തുക്കളെ അപേക്ഷിച്ച് ലിപ്സ്റ്റിക്കിനുള്ള പ്രത്യേകത അവ പലപ്പോഴും ശരീരത്തിനുള്ളിലും എത്തുമെന്നതാണ്. ചുണ്ടുകളിൽ പുരട്ടുന്ന ലിപ്സ്റ്റിക് പലപ്പോഴും വായ്ക്ക് അകത്താകുന്നത് പതിവാണ്. എന്നാൽ ലിപ്സ്റ്റിക് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുണ്ട് ചുവപ്പിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് മുൻപായി അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കുകളിൽ പോലും അമിതമായ അളവിൽ ലെഡ് അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് വളരെയേറെ ദോഷങ്ങൾ വരുത്തുന്ന ഒന്നാണ് ലെഡ്. ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടുമ്പോൾ അത് ചർമ്മത്തിലൂടെ രക്തത്തിലേക്ക് പ്രവേശിക്കും. വായിലൂടെയും ലിപ്സ്റ്റിക് ശരീരത്തിനുള്ളിൽ എത്താറുണ്ട്. ലെഡ് നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്നതിനും ലെഡിന് പങ്കുണ്ട്. ഹോർമോൺ വ്യത്യാസങ്ങളും ഗർഭിണികളിൽ അബോർഷൻ വരെയുള്ള പ്രശ്നങ്ങളും ഇതുമൂലം സംജാതമാകുന്നു. ഇത് ചർമ്മത്തിൽ അലർജി, ചൊറിച്ചിൽ, പാടുകൾ തുടങ്ങിയവ ഉണ്ടാക്കും. അതേപോലെ പാരാബെൻസ് എന്നൊരു രാസവസ്തുവും മിക്ക ലിപ്സ്റ്റിക്കുകളിലും കലർന്നിട്ടുണ്ട്. ഇവ അകാല വാർദ്ധക്യത്തിന് തന്നെ വഴിവെക്കുമെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ലിപ്സ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകമാണ് മിനറൽ ഓയിൽ. ഇവ ചർമ്മസുഷിരങ്ങളെ അടയ്ക്കും. ഇതുമൂലം ചുണ്ട് വരണ്ടു പോകും. പരസ്യങ്ങളുടെ ചുവട് പിടിച്ച് കടകളിൽ ലിപ്സ്റ്റിക് ബ്രാൻഡുകൾക്കായി തിരച്ചിൽ നടത്തേണ്ട. കാരണം സുന്ദരമായ ചുണ്ടുകൾ സ്വന്തമാക്കാൻ വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന എളുപ്പവഴികൾ ധാരാളമാണ്. ചുണ്ടുകളുടെ സ്വാഭാവിക നിറം നിലനിർത്തുന്നതിനും ധാരാളം പൊടിക്കൈകളുണ്ട്. ആ വഴികളെയാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. വേനൽക്കാലത്ത് ചുണ്ടിലെ ഈർപ്പം അധിക നേരം നിലനിൽക്കില്ല. അതിനാൽ ഈർപ്പം നിലനിർത്താൻ അല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. വരണ്ട ചുണ്ടുകൾ മാറാൻ വെള്ളരി, തക്കാളി, കറ്റാർവാഴ പൾപ്പ് ഇവ ഏതെങ്കിലും കൊണ്ട് മസാജ് ചെയ്യാം. ഭക്ഷണത്തിൽ പാൽ, തൈര്, പച്ചക്കറി ഇവ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ക്ഷീണവും സൂര്യപ്രകാശവും എല്ലാം ചുണ്ടുകളുടെ നിറം മങ്ങാൻ കാരണമാകും. ഇതിന് പരിഹാരമായി കൂടുതൽ പഴങ്ങൾ കഴിക്കാം. ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. വരണ്ട അന്തരീക്ഷം, കാറ്റ്, അന്തരീക്ഷത്തിലെ കുറഞ്ഞ ആർദ്രത ഇവ മൂലം മഞ്ഞുകാലത്ത് ചുണ്ടുകൾ കൂടുതലായി വരളും. വരൾച്ച കൂടുതലാകുമ്പോൾ വിണ്ടുകീറുകയും ചെയ്യും. വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ട. ഗന്ധമില്ലാത്ത ലിപ് ബാമുകൾ, കറ്റാർവാഴയും വൈറ്റമിൻ ഇയും അടങ്ങിയ ഓയിൽമെന്റുകൾ ഇവ വരൾച്ച തടയുന്നതിന് ഏറെ ഫലപ്രദമാണ്. വെള്ളരിക്ക കഷ്ണങ്ങളാക്കി ദിവസം ഒരു 10 മിനിറ്റ് ചുണ്ടിൽ ഉരസുന്നതും വളരെ നല്ല മരുന്നാണ്. ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ തുടങ്ങി പ്രകൃതിദത്തമായ ഏതെണ്ണയും ഉപയോഗിക്കാം. വെയിലത്തിറങ്ങുന്നതിന് മുൻപ് ചുണ്ടിൽ നെയ്യ് പുരട്ടുന്നത് വരണ്ട് പൊട്ടാതിരിക്കാൻ സഹായിക്കും. പാൽപ്പൊടിയും നാരങ്ങാനീരും ചേർത്ത് ചുണ്ടിൽ പുരട്ടുന്നത് നിറം വർദ്ധിപ്പിക്കും. 1 ടീസ്പൂൺ വെണ്ണയോടൊപ്പം 1 ടീസ്പൂൺ ഗ്ലിസറിനും ചേർന്ന മിശ്രിതം ദിവസവും ചുണ്ടിൽ പുരട്ടിയാൽ കറുത്ത പാടുകൾ പൂർണ്ണമായി മാറും. ബീട്രൂട്ട് നീരെടുത്ത് ചുണ്ടിൽ തേക്കുക. ക്യാരറ്റ് ജ്യൂസ്, തക്കാളി ജ്യൂസ് ഇവ പുരട്ടുന്നതും നല്ലതാണ്. ഫ്ലൂറിഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഒഴിവാക്കുക. ചില ആളുകൾക്ക് ടൂത്ത് പേസ്റ്റിലെ ഫ്ലൂറിഡ് അലർജി ഉണ്ടാക്കും. ഇത് ചുണ്ടിനെയും ബാധിക്കും. ചുണ്ടുകൾ നാവുകൊണ്ട് നനയ്ക്കരുത്. ഇത് വരൾച്ച കൂട്ടുകയും വിണ്ടുകീറലിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ചുണ്ടുകൾ മോയ്സ്ചറൈസ് ആയി സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.